അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാം അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന അൽ അദീബ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കുട്ടികളുടെ പാട്ടും പ്രസംഗങ്ങളുമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളിന്ന് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം. അതെ, അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, UN അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിലൊന്നാണ് അറബി ഭാഷ എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഖുർആനിൻ്റെ ഭാഷയാണ് എന്നുള്ളത് പറഞ്ഞു. അറബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് അല്ലാഹു തആല ജനങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഖുർആൻ അറബിയിലെ ആയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും അടുത്തത് അറബി ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങളാണ്. അപ്പോൾ ലൊറബ എന്ന വാക്കിന് അർത്ഥം അടിച്ചു എന്നാണ്. അതെ, ഇതിന് ശരിക്കും ഈ ലൊറബ എന്നുള്ളത് 80ഓളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. പല രൂപത്തിലും അർത്ഥവ്യത്യാസം വന്നുകൊണ്ട് 80-ലധികം ഏരിയയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അറബി ഭാഷയുടെ ചില പ്രത്യേകതകളാണ്. അതേപോലെ അസദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പൊതുവെ പറയാ സിംഹം. അതെ, പൊതുവെ സിംഹമാണെങ്കിലും പക്ഷെ അത് പല രൂപത്തിലും ഉപയോഗിക്കും. ഓരോരോ സന്ദർഭത്തിന് ഓരോരോ അർത്ഥമാണ്. അങ്ങനത്തെ ഒരു ഭാഷ ലോകത്തില്ല എന്നുള്ളതാണ്. അതെ, പ്രത്യേകത അറബി ഭാഷക്ക് അതുപോലെ തന്നെ പ്രയോഗിക്കാനും സംസാരിക്കുമ്പോഴൊക്കെ തന്നെ കുറഞ്ഞ വേർഡുകളിൽ കൂടുതൽ അതിപ്പോ ഉദാഹരണം കരീം എന്ന് പറയാൻ പറ്റുക. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് അറബിയിൽ അനാമു എന്നാണ്. അപ്പൊ അത് മലയാളത്തിൽ ഇതാകുമ്പോൾ ഞാൻ ഉറങ്ങുന്നു. എത്ര അക്ഷരങ്ങളായി? അനാമു എന്നുള്ളത് ശരിക്കും 4 അലിഫ്, നൂന്, വീണ്ടും അലിഫ്, മീമ്, അങ്ങനെ 4 അക്ഷരേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നു എന്നാണെങ്കിൽ ഞാൻ 2ആയി. ഉറങ്ങുന്നു അല്ലേ, 6 എത്ര വേർഡുകൾ വേണം. അതെ, അതുപോലെ തന്നെ എൻ്റെ പേന കലമി. യെസ്, സിമ്പിളാണ്. സിമ്പിളായിട്ട് പഠിച്ചാൽ ഇത്രയും സിമ്പിളുള്ള ഭാഷ. കാരണം ഖുർആന്റെ ഭാഷയാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് അതാണെന്ത് പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഷയും എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എന്ത് ചെയ്യും, അറബി ഭാഷ പഠിക്കാൻ നമുക്ക്. അതുപോലെ ഇതിന്റെ തുടക്കം മുതൽ പിന്നീട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. ഏതായിരുന്നാലും നമ്മുടെ പ്രോഗ്രാം നമ്മോടൊപ്പം കുറച്ച് കൂട്ടുകാർ ചേരുന്നുണ്ട്. ആദ്യമായിട്ട് ആദിയ നൂറ ഒരു അറബി ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ആദിയ നൂറ. GMLP സ്കൂൾ കിടങ്ങഴി മഞ്ചേരി ഉള്ള GMLP സ്കൂൾ കിടങ്ങഴിയിൽ 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. القدس وعكا نحن إلى يافا في عسى نحن وقلب زنين الواحد منا يزهر اللافا لن تدبل فينا ورقة دين ما هان الحق عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 نحو بكى فيها اليوم الدين فلسطين بلادي نعمل حاضرا أو أملا لا 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 نحو بكى فيها اليوم الدين فلسطين بلادي نعمل حاضرا أو أملا لا 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 نحو بكى فيها اليوم الدين فلسطين بلادي كي تشرك شمسك فوق ماسينا ويما صغرت مبتسمين ونراك بأير حين تنادينا لأمار بيوت وبساطين سنعيدك وطنا رؤما سينا أحرارا نشدو متحدين لن نسكت لن نستسلم لا 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 نحو بكى فيها اليوم الدين فلسطين بلادي نعمل حاضرا أو أملا لا 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 نحو بكى فيها اليوم الدين فلسطين بلادي لن نسكت لن نستسلم لا 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 لا
جزءا أو أملا لا 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 وابكى فيها اليوم الدين فلسطين بلادي كي تشرك شمسك فوق أمانينا وينام أسواق مبتسمين ونراك بأيد حين تناسينا ونراك بأيدي حين تنادينا لأمار بيوت وبساطين سنعيدك وطنا رؤما سينا أحرارا نشدو متحدين لن نسكت لن نستسلم لا 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 نحديق لنحيانا فلسطين فلسطين بلادي نعملها جرءا أو أملا لا 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 وابكى فيها اليوم الدين فلسطين بلادي لن نسكت لن نستسلم لا 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 وابكى فيها اليوم الدين فلسطين بلادي نعملها جرءا أو أملا لا 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 وابكى فيها اليوم الدين فلسطين بلادي. മാഷാ അല്ലാ, നല്ല ഒരു പാട്ടല്ലേ. അതെ, എന്താ പറയുക, അങ്ങനെ 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 കത്തി കയറിയ പാട്ട്. ഈ ഒരു വർഷത്തിൽ ഏറ്റവും ട്രെൻഡായിട്ടുള്ള പാട്ടാണ് ശരിക്കും ഈ ഫിലിസ്തീനെ കുറിച്ചുള്ള പാട്ട്. അതെ, വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയ ഒരു പാട്ടും കൂടെയാണ് ഈ ഒരു പാട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന പാട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഫിലിസ്തീൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ യൂട്യൂബിലൊക്കെ തരംഗമായ ഒരു പാട്ട് കൂടെ തന്നെയാണ് ഈ ഒരു പാട്ട്. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ട് ആദിയ നൂർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടിയും കൂടെയാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇൻഷാ അല്ലാ അല്ലദീബ് സ്റ്റാർ കോസ്റ്റ് സ്പെഷ്യൽ എപ്പിസോഡിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ആരാ? ഹഫീഹിദ. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. ഒരു അറബി ഗാനമാണ്. പെംസ് CBSE പരപ്പനങ്ങാടി അല്ലേ? അതെ, ചിറയമംഗലം. അതെ, ചിറമംഗലം. ചിറമംഗലത്തു നിന്നുള്ള ഹഫീഹിദയുടെ ഒരു അറബിക് സോങ് കേൾക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖജലിൻ ഇസ്മുക ഇൻസാനാ മിൻ ഇസ്ലാഹി ശത്താനാ ഫിൽ ഇഫ്സാദി ശൈത്താനാ മിൻ ഇസ്ലാഹി شطانا في الإفساد شيطانا نشر بلاؤك سرطانا خجل اسمك إنسانا خجل اسمك إنسانا ما بالنا ربي مال كل القلب ما بالنا ربي مال كل القلب نميت نفائس لذنبي من إصلاحي شطانا في الإفساد شيطانا وحفئلا دورنا سنوناسا ولوا في جوارهم دوما إناسا وحفئلا دورنا سنوناسا ولوا في جوارهم دوما إناسا لم يول نفسا وسواسا قد قتلوا لحما نقلوا قد قتلوا لحما أقلوا في الإسمالهة الفتان في زي الناس قصابان في الدحج الدايم بلدان أين السلام أين السلام
أين السلام أين السلام نقصان تقوى نشر بنا الشقوى نقصان تقوى نشر بنا الشقوى نميت نفاحس للذنب من سلاح شطانا في الفساد شيطانا من سلاح شطانا في الفساد شيطانا. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്ക്. നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം തവണ നമ്മൾ കേട്ട പാട്ടാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ അറബി ഗാനം അയക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് പാടാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസിലാണ് അയക്കുന്നത്. അതെ, ആ കോൺഫിഡൻസ് തെറ്റിയിട്ടുമില്ല. ഇല്ല, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം കൂടെയാണ്. ഏതായിരുന്നാലും അഫിഹിദ 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. നമുക്ക് വളരെ മനോഹരമായൊരു ഗാനം ആലപിച്ചു, ഉഷാറായിട്ടുണ്ട്. മാഷാ അല്ലാ. തുടർന്നും നല്ല ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതാരാണ് നമ്മുടെ കൂടെ? അഹമ്മദ് അൻഫസിൽ ഹക്ക് അല്ലേ? അതെ, മുഹമ്മദ് അൻഫാസിൽ ഹക്ക്. യെസ്, അറബിക് സ്പീച്ചാണ്, ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. ഈ 4-5 എപ്പിസോഡിൽ നമുക്ക് കുറഞ്ഞ സ്പീച്ചുകളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരു സ്പീച്ച് കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതെ, TEM VHSS മൈലോട് അല്ലേ? അതെ, പാപ്പലോട് ഓയൂർ കൊല്ലം. കൊല്ലം അല്ലേ? കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. അതെ, നമുക്ക് എന്താ പറയുക, നമ്മൾ കേട്ട് പരിചയമില്ലാത്ത കുറേ സ്ഥലങ്ങൾ. സ്ഥലങ്ങളെ പേരുകൾ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു സ്ഥലപ്പേര് പറഞ്ഞ് കളിക്കുന്നവരോ വേറെ പിടി ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ. അതെ. ഏതായിരുന്നാലും പീസ് റേഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നതോട് നമ്മൾക്കുള്ള മെച്ചം ഇതൊക്കെയാണ്. കുറേ സ്ഥലങ്ങൾ പരിചയപ്പെടാൻ. പാപ്പലോട്, ഓയൂർ അല്ലേ? മയിലോട്. യെസ്, ഇങ്ങനത്തെ കുറേ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെ. ഏതായിരുന്നാലും നമ്മൾ അൻഫാസിൽ ഹക്കിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الحضور الكريم والمستمعون الكرام والحكام العظام، السلام عليكم ورحمة الله تعالى وبركاته. أقدم أمامكم خطبة قصيرة محدودة على أوقات الجاعزة. موضوع أهمية اللغة العربية، أن اللفظ لغة بمغنى التكلم، ولغة مأخوذة من لغة، واللغة أهم وسائل التفاهم، واللغة نمت مع التاريخ الإنسان ثم تكررت اللهجات إلى لغات مختلفات وتصورت بأشكال شتى حتى صارت لغات حرة. أيها المستمعون الكرام، وأن العربية لغة قديمة في وجه، وفي وجه آخر هي لغة جديدة لأنها لغة حية. الأحباء، اللغة لغة كبائر والنحو لها قوالب الحاصة لإنتاج الكلمات. هذه من أحس خصوصاتها. وقواعد والنحو لا بد معتنية أولية في استعمالها، لأنها لغة القرآن والحديث، وأنها محفوظة لدى المتكلمين والأدباء. والله سبحانه وتعالى يقول: إنا نحن نزلنا الذكر وإنا له لحافظون. وعلى هذه الرحمة لا تزال اللغة محفوظة في العالم. الأحباء، نحن أهل بلادة كيرا أن رحمة الله خالصة لنا أن نشارك في مسابقات العربية والأدبية مثل هذه. وكم من معلم ورئيس اجتهدوا على أن تكرر اللغة والمسابقات والأدبية، والله رحمهم ويبارك فيهم. واهتدموا بهذا
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. മാഷാ അല്ലാ, അഹ്മദ് അൻഫാസിൽ ഹക്ക് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പ്രസംഗം അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഉച്ചാരണം എന്നുള്ള വിഷയം വളരെ മനോഹരമായിട്ട് നമുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. എന്താ വെച്ചാൽ അറബി ഭാഷയുടെ പ്രത്യേകതകൾ ഒക്കെയാണ് അവൻ്റെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ചാൻസസ്, അതിൻ്റെ സാധ്യതകളൊക്കെ മനോഹരമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അവൻ അതിൽ ഉൾപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിലാണ് അവൻ, പക്ഷേ ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മികവിൽ അവൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനിയും കൂടുതൽ പ്രസംഗിക്കാനും ഉന്നതങ്ങളിലെത്താനും നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ അൽ അദീബ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് അഹ്സിൻ കെ പി അല്ലേ? അതെ. ഒരു അറബിക് സോങ് ആണ് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്കൊന്ന് കേൾക്കാം. അവൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോറൂർ AUPS, അതെ അല്ലേ? എന്താണ് ആ സ്കൂളിൻ്റെ പേര്? UCNNM. ഞാനതിങ്ങനെ നോക്കിയത് എന്താണ് ആ പേര് എന്നുള്ളത്. UCNNM AUPS. അതെ, പോരൂർ, താളിയംകുണ്ട്. ഇത് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നറിയോ? താളിയംകുണ്ട് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയാണ് തോന്നുന്നുണ്ട്. എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഏതായാലും മാഷാ അല്ലാ, നമുക്ക് അടുത്തൊരു പ്രോഗ്രാം അവൻ്റെ പാട്ട് തന്നെയാണ്. അതെ, അഹ്സിൻ്റെ പാട്ട് കേൾക്കാം. السلام عليكم ورحمة الله وبركاته. يا ربي صل على النبي المختار، قال الذي لا تشبع جوعا في جاري. يا ربي صل على النبي المختار، قال الذي لا تشبع جوعا في جاري. الذي سكن مع الصديق في الوادي، وفقنا للشفاعة واجمعنا في العيد. أنت الغفور أنت الرحيم أنت الجليل يا الله. أنت الغفور أنت الرحيم أنت الجليل يا الله يا الله. يا ربي صل على النبي المختار، قال الذي لا تشبع جوعا في داري. يا ربي صل على النبي المختار، قال الذي لا تشبع جوعا في داري. لطفا يا رب العز يرحم، يا رب الكون واجمع كلمات الأمة عنهم هم خيرا. لطفا يا رب العز يرحم، يا رب الكون واجمع كلمات الأمة عنهم هم خيرا. يا مولا بالإرهاب وإنا لا نرجو عنها، يا مولا بالإرهاب وإنا لا نرجو عنها. صف قيد الأعداء عنا بالمنة بالمنة. يا ربي صلي يا ربي صلي على النبي المختار، قال الذي لا تشبع جوعا في جاري. يا ربي صلي على النبي المختار، قال الذي لا تشبع جوعا في جاري. أفرق يا إلهي صبران إن بالخيار تترى، أفرق يا إلهي صبران إن بالخيار تترى. كمل أمننا بخيرا أحسن أمننا بخيرا، كمل أمننا بخيرا أحسن أمننا بفورا. زدنا إيمانا يا ربي قد آمنا بالقلب، زدنا إيمانا يا ربي قد آمنا بالقلب. شينا بالأني يا رب العالمين، أتمن نور الإسلام زدنا إيمانا إيمانا. يا ربي صلي يا ربي صلي على النبي المختار،
قال الذي لا تشبع جوعا في جاري يا ربي صل على النبي المختار قال الذي لا تشبع جوعا في جاري الذي سكن مع الصديق في الغار وفقنا للشفاعة وجمعنا في العيد أنت الغفور أنت الرحيم أنت الجليل يا الله أنت الغفور أنت الرحيم أنت الجليل يا الله يا الله يا ربي صل على النبي المختار قال الذي لا تشبع جوعا في جاري يا ربي صل على النبي المختار قال الذي لا تشبع جوعا في جاري شكرا. മാഷാ അല്ലാ, അഹ്സിൻ്റെ പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതെ, ഞാനും ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെ, നല്ലൊരു പാട്ടല്ലേ. നമ്മൾ നേരത്തെ കുറേ പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു പാട്ടാണ് അഹ്സിൻ്റെ പാട്ട്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. മാഷാ അല്ലാ, ഏതായാലും നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് അവൻ്റെ സ്കൂളിൽ നിന്ന് അവനായിരിക്കും അറബി കലാമേളയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. അതെ, അതിനൊക്കെ പറ്റിയൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന അൽ അദീബ് സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം, കേൾക്കാം, കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.